സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. സെൻട്രി ഈ ഒരു സൂപ്പർ ഹീറോയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. ആരാണ് സെൻട്രി, എന്താണ് സെൻട്രി, എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ ഹീറോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്, എത്രമാത്രം പവർഫുൾ ആണ് ഈ ഒരു കഥാപാത്രം എന്നുള്ളവയെല്ലാം തന്നെ. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാൻ ആരും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയം എന്താണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സെൻട്രി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു സൂപ്പർമാനാണ് ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറുതല്ല. കാരണം അത്രമാത്രം പവർഫുള്ളാണ്, കോസ്മിക് ലെവലിലാണ് ഈ ഒരു ബീയിങ്ങിൻ്റെ പവറിനെ അവരെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒറിജിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെൻട്രി അഥവാ ബോബ് ഒരു നോർമൽ മനുഷ്യനാണ്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ബോബിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. ബോബ് എന്ന് പറയുന്ന ഒരു നോർമൽ പേഴ്സണാലിറ്റി, അതുകൂടാതെ സെൻട്രി ഉണ്ട്, മൂന്നാമത് മറ്റൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ വില്ലൻ പേഴ്സണാലിറ്റിയും ഉണ്ട്. ബോബ് തൻ്റെ ഭാര്യയോടൊപ്പം രാത്രിയിൽ കിടക്കുന്നു. എന്നാൽ പെട്ടെന്നൊരു നിമിഷം പുള്ളി ഞെട്ടിയിടിക്കുകയും എന്തോ ഒരു തരം ബീങ് അല്ലെങ്കിൽ എന്തോ ഒരു സ്വപ്നം തന്നെ വേട്ടയാടുന്നുണ്ട് എന്ന് പുള്ളി മനസ്സിലാക്കുന്നു. പതിയെ എഴുന്നേറ്റു വീടാകെ നടക്കുന്നു. എന്നാൽ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ഒരു സ്വപ്നം തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്ന് തന്നെ പിന്തുടരുന്നു എന്നതുപോലെ. സ്വപ്നത്തിലായിട്ട് പുള്ളി കാണുന്നത് പുള്ളി ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു, ഒരു വലിയ സൂപ്പർ ഹീറോ ആണ്, ജനങ്ങൾക്കെല്ലാം തന്നെ ഒരുപാടധികം ഇഷ്ടമാണ്, സെൻട്രി എന്നാണ് പേരെന്നും. പതിയെ അടുക്കളയിൽ പോകുന്നു, ഒരു ബുക്ക് എടുക്കുന്നു. ആ ബുക്ക് തുറന്ന പാടെ അതിനകത്തൊരു കുപ്പി, മദ്യപിക്കാനുള്ള ആരംഭം തന്നെ. എന്നാൽ അത് എടുത്ത പാടെ മറ്റൊരു സ്വപ്നം അല്ലെങ്കിൽ മറ്റൊരു ഡ്രീം പോലെ പുള്ളിയെ വേട്ടയാടുന്നു മറ്റൊരു കഥാപാത്രം, കുറേയധികം അപകടകാരിയായിട്ടുള്ള ഒന്ന്. ഇതേ അവസരത്തിൽ തൻ്റെ ഒരു പട്ടി അങ്ങോട്ടേക്ക് വരികയും എന്നാൽ അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതേ ബോബ് തന്നെ താൻ പോലും അറിയാതെ തൊട്ടടുത്ത നിമിഷം ഭാര്യ അങ്ങോട്ടേക്ക് വരികയും താങ്കൾ പിന്നെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയോ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഭാര്യ എനിക്കിനി ഇത് സഹിക്കാൻ സാധിക്കില്ല, ഞാൻ കുറേയധികം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിണങ്ങുക തന്നെയാണ്, ഇറങ്ങിപ്പോവുകയും മറ്റും ചെയ്യുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് സെൻട്രി അല്ലെങ്കിൽ ബോബ് ഇതിനെപ്പറ്റി കൂടുതലധികം ചിന്തിക്കാതെ തൻ്റെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ താൻ കണ്ട ആ ഒരു സ്വപ്നത്തിനെ പറ്റിയിട്ടുള്ള പിറകെ തന്നെയാണ്. കാരണം അത്രമാത്രം അത് ബോബിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവിടെ കിടന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗൗൺ ഇട്ട് പുള്ളി പതിയെ ബാൽക്കണിയുടെ അടുത്തേക്ക് പോകുന്നു. ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡ്രസ്സ്, എന്നാൽ പോലും അതിന് തൊട്ട് ബാക്കിലായിട്ട് എന്തോ ഒരു തരം തുണി കോർത്തിട്ടിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ബോബ് അവിടെ നിന്ന് പറന്നു പോകുന്നത് തന്നെയാണ്. ആകാശത്തോടെ ഇങ്ങനെ പറന്നു പോകും. എന്നാൽ ബോബ് ഇതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. നേരെ ചെല്ലുന്നത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ റീ റിച്ചാർഡിൻ്റെ അടുത്തേക്ക് തന്നെ. നേരെ റീ റിച്ചാർഡിൻ്റെ ഇവിടെ ആ ഒരു ടവറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എത്തുന്നു. റീഡ് ഇത് കണ്ട പാടെ വളരെയധികം ഞെട്ടുക തന്നെയാണ്. കാരണം ഈ ഒരു ഫോഴ്സ് വീടിനെ ഇത്രമാത്രം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ചിന്തിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ റീഡ് ഒരിക്കലും അതിനെ ഗൗനിക്കാത്തതാണ്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു കാഴ്ച ഇങ്ങനെ ഒരാൾ പറന്നു വന്ന് തൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ് റീഡ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതോ കാര്യമുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതേ അവസരത്തിൽ ബോബ് പറയുകയും ചെയ്യുന്നു, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ റീഡിന് ഇത് ഒട്ടും തന്നെ ഓർമ്മയില്ല. ഇയാൾ ഇതെന്താണ് പറയുന്ന രീതിയിൽ തന്നെയാണ് റീഡ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ബോബ് പിന്നെയും തുടരുന്നു, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, നമ്മളൊരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു യൂണിക്കോൺ അവിടെ ഉണ്ടായിരുന്നു എന്നും. എന്ത് മണ്ടത്തരമാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് റീഡ് അയവനെ ആട്ടിപ്പായിക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ റീഡ് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ഇത്തരത്തിലുള്ളൊരു യൂണിക്കോണിൻ്റെ കാര്യം അവരോടായിട്ടും പറയുന്നു. എന്നാൽ പുള്ളിക്കും ഇതിനെപ്പറ്റി വലിയൊരു പിടുത്തമില്ല. എന്നാൽ ഇത് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ കാണുന്നത് അവരുടെ റൂമിലായിട്ട് ഒരു യൂണിക്കോൺ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിക്കോൺ അവരുടെ റൂമിൽ മുൻപേ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സെൻട്രിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒന്നും തന്നെ അവരുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് അത് അവർക്ക് കണ്ടെത്താനോ അത് അവർക്ക് തിരിച്ചറിയാനോ സാധിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു നിമിഷം സെൻട്രിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പതിയെ പതിയെ അവരുടെ ഉള്ളിലേക്ക് വന്നതോടെ തന്നെ ആ യൂണിക്കോണും അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി. എന്നാൽ ആ യൂണിക്കോണിൻ്റെ അടിയിലായിട്ട് അതൊരു പ്രതിമയാണ്. അതിനടിയിലായിട്ട് തന്നെ ഒരു വീഡിയോ ടേപ്പും ഉണ്ടായിരുന്നു. ആ വീഡിയോ ടേപ്പ് പ്ലേ ചെയ്ത പാടെ റീഡ് ഞെട്ടുക തന്നെയാണ്. കാരണം അത് റീഡിൻ്റെ തന്നെ വീഡിയോ ആണ്, അല്ലെങ്കിൽ റീഡ് തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് പാസ് ചെയ്ത്. അതിനുള്ളിലായിട്ട് റീഡ് തന്നെ പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ സെൻട്രിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ സെൻട്രി നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന്. എന്നാൽ ഒരു ആപത്തുണ്ട്, ബോബ് സെൻട്രിയായി മാറിക്കഴിഞ്ഞാൽ അതിന് പിന്നാലെ മറ്റൊരാളും കൂടി വരും, വോയിഡ്. അത് അപകടമാണ്. സോ അതോടെ തന്നെ എത്രയും പെട്ടെന്ന് ബോബ് സെൻട്രിയായി മാറുന്നത് അല്ലെങ്കിൽ ബോബ് സെൻട്രിയെ തിരിച്ചറിയുന്നത് തടയണം. പിന്നെ നമ്മൾ കാണുന്നത് റീഡ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതും ഇതേ സമയത്ത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ബോബ് ഇതിന് പിന്നാലെയായിട്ട് നേരെ പോയത് ഹൾക്കിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഹൾക്കിനെ കണ്ടപാടെ ബോബ് ബ്രൂസ് എന്ന് പറഞ്ഞ് പുള്ളിയോട് ചെന്ന് ചേരുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഹൾക്കിനോടായിട്ട് ആരെങ്കിലും ബ്രൂസ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ
നോർമലി ഹൾക്കിന് ദേഷ്യം വരുന്നത് തന്നെയാണ്. എന്നാൽ ഇതേ അവസരത്തിൽ ഹൾക്കിന് ദേഷ്യം വന്നു കഴിഞ്ഞില്ല. കാരണം ഹൾക്കിന് അറിയാമായിരുന്നു ബോബ് ആരാണ് എന്നും ബോബിൻ്റെ ഉള്ളിലെ സെൻട്രി ആരാണ് എന്നും. കാരണം ബ്രൂസാണ് സെൻട്രിയെയും ബോബിനെയും എല്ലാം മറന്നിട്ടുള്ളത്. ഹൾക്ക് എന്ന പേഴ്സണാലിറ്റി ഒരിക്കലും മറന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഹൾക്കിന് സെൻട്രിയെ തിരിച്ചറിയാം. കാര്യങ്ങളെല്ലാം തന്നെ ഹൾക്ക് സെൻട്രിയോടായിട്ട് തന്നെ പറയുന്നു. കാരണം ഇവർ പഴയ കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇതിനുശേഷം സെൻട്രി അല്ലെങ്കിൽ ബോബ് നേരെ സ്പൈഡർമാൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. കാരണം ബോബിൻ്റെ പക്കൽ സ്പൈഡർമാൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ളത്. പീറ്റർ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ സ്പൈഡർമാനെ ബോബ് ചെന്ന് കാണുന്നു. ആ ഫോട്ടോ എല്ലാം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ സ്പൈഡർമാനെ ആ ഒരു ഫോട്ടോ ഒന്നും തന്നെ അവിടെ കാണാനേ സാധിച്ചിരുന്നില്ല. ഒരു വെറും ബ്ലാങ്ക് പിക്ചറായിട്ട് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പതിയെ പതിയെ അവർക്കത് അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന് അത് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതേ അവസരത്തിൽ ബോബ് പറയുകയും ചെയ്യുന്നുണ്ട് കുറേയധികം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ കുറേയധികം ഡേറ്റിലെ ന്യൂസ് പേപ്പേഴ്സ് മിസ്സിംഗ് ആണ്. അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ? സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ ആരും ഇതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. എന്നാൽ പോലും പിന്നീട് ഇതിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പീറ്റർ നേരെ ഡെയിലി ബ്യൂളിൽ പോയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ശേഷം പീറ്ററിന് മനസ്സിലാവുകയും ചെയ്യുന്നു ആ പറഞ്ഞയാൾ അല്ലെങ്കിൽ ബോബ് പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് തന്നെ. അഥവാ ചില ദിവസങ്ങളിലെ ന്യൂസ് പേപ്പേഴ്സ് മിസ്സിംഗ് ആണ്. ആ ഡേറ്റുകളിലെ ന്യൂസ് ഒരിക്കലും വന്നിട്ടില്ലെന്ന് തന്നെ അത്തരത്തിൽ പീറ്റർ മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതേ അവസരത്തിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് സെൻട്രിയുമായി ബന്ധപ്പെട്ട ഓരോ ഓർമ്മകൾ പലരുടെ ഉള്ളിലേക്കും വരുന്നത് തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ബോബിൻ്റെ ഉള്ളിലും താൻ സെൻട്രിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അതോടെ തന്നെ മുൻപ് ഓരോരുത്തരും മറന്നിരുന്ന പല കാര്യങ്ങളും പതിയെ പതിയെ അവരുടെ ഉള്ളിലേക്ക് വരുന്നതും സെൻട്രിയുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പതിയെ തെളിഞ്ഞു വരുന്നത് തന്നെയാണ്. മുൻപ് നമ്മൾ ആ ഒരു യൂണിക്കോൺ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ. ഇതിനുശേഷം സെൻട്രി നേരെ പോകുന്നത് പ്രൊഫസർ സേവിയറിൻ്റെ അടുത്തേക്ക് തന്നെ. പ്രൊഫസർ സേവിയറിൻ്റെ അടുത്ത് പോയപ്പോഴും ബോബിനെയോ സെൻട്രിയെയോ ആദ്യം പുള്ളിക്കാരൻ തിരിച്ചറിയുന്നില്ല. ഇതേ അവസരത്തിൽ ബോബ് പറയുകയും ചെയ്യുന്നു വോയിഡും തിരിച്ചു വരുന്നുണ്ട് എന്ന്. എന്നാൽ ഇത് കേട്ടപാടെ പ്രൊഫസർ സേവിയർ കുറേയധികം ഞെട്ടുക തന്നെയാണ്. ഇതെല്ലാം തന്നെ സംഭവിക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഇതിനെല്ലാം മറികടക്കാൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഓർമ്മകൾ മായ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെ പല രീതിയിലുള്ള വഴികളും നോക്കുന്നു. കാരണം ആ ഒരു വീഡിയോ ടേബിളായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ റീഡ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ അവസരത്തിൽ നമ്മൾ കാണുന്നത് അവിടേക്ക് ഡോക്ടർ സ്ട്രേഞ്ച് വരുന്നത് തന്നെയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് വന്നപാടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിന് എല്ലാം തന്നെ ഓർമ്മയുണ്ട്. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പോലുള്ള കാര്യങ്ങൾ സ്ട്രേഞ്ച് തന്നെ റീഡിന് കാണിച്ചു കൊടുക്കുക തന്നെയാണ്. ആരായിരുന്നു സെൻട്രി എന്നും എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. സെൻട്രി നേരെ ന്യൂയോർക്ക് സിറ്റിയിലായിട്ടുള്ള ഒരു വാച്ച് ടവറിലേക്ക് വന്നിരിക്കുന്നു. ഈ വാച്ച് ടവർ അല്ലെങ്കിൽ ഈ ഒരു ടവർ എന്ന് പറയുന്നത് സെൻട്രിയുടെ വീട് തന്നെയാണ്. മുൻപും ഈ ഒരു വാച്ച് ടവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആർക്കും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം സെൻട്രിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എല്ലാവരുടെയും ഉള്ളിൽ ഇല്ലാതിരുന്നു എന്നതോടെ തന്നെ അതിപ്പോൾ പതിയെ പതിയെ വന്നിരിക്കുന്നു. സോ അതോടെ തന്നെ ആ വാച്ച് ടവർ അല്ലെങ്കിൽ ആ ടവർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സെൻട്രി നേരെ അവിടേക്ക് വരുന്നു. അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള കമ്പ്യൂട്ടർ ഉണ്ട്. ബോബ് അല്ലെങ്കിൽ സെൻട്രി അവിടേക്ക് വന്ന് അതിനോടായിട്ട് ഓരോ കമാൻഡുകൾ കൊടുക്കുന്നു. സെൻട്രി അത് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നുണ്ട്. ശേഷം സെൻട്രിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനുള്ളിൽ ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു വൈറസ് പോലെയുള്ളവയൊന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും സെൻട്രിയെ പറ്റി മറന്നിരിക്കുന്നത്. ഏറെക്കുറെ സ്പൈഡർമാൻ നോവേ ഹോമിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഇവിടെ കോമിക്സിലും ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ നോവേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ലിൻ്റെ സഹായത്താലാണ് പീറ്റർ പാർക്കറിനെ എല്ലാവരും മറക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ അത് സയൻസിൻ്റെ സഹായത്താൽ ആ ഒരു ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ആ ഒരു വൈറസ് കാരണത്താൽ അത് പ്രവർത്തിച്ചു. അത് കാരണത്താൽ സെൻട്രിയും ബോബിനെയും എല്ലാവരും മറന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് ബോബ് അല്ലെങ്കിൽ സെൻട്രി ചോദിക്കുന്നുണ്ട്. കാരണം ഇതേ അവസരത്തിൽ ബോബ് പൂർണ്ണമായിട്ടും സെൻട്രിയായി മാറിയിരിക്കുന്നു. മുൻപിട്ടിരുന്ന ആ ഒരു ഡ്രസ്സെല്ലാം ഇപ്പോൾ പൂർണ്ണ രീതിയിലും സെൻട്രിയുടെ ആ ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ സെൻട്രിയുടെ ആ ഒരു വേഷമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിനോടായിട്ട് സെൻട്രി തന്നെ ചോദിക്കുന്നു ആരാണ് ലാസ്റ്റ് നിന്നോട് ഇത്തരത്തിൽ കമാൻഡ് ചെയ്യിപ്പിച്ചത് എന്ന്. ഇതിന് മറുപടിയായിട്ട് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു AI പറയുന്നത് അത് താങ്കൾ തന്നെയാണ് അല്ലെങ്കിൽ സെൻട്രി തന്നെയാണ് എന്ന്. ഇത് കേട്ടപാടെ സെൻട്രി അധികം ഞെട്ടുക തന്നെയാണ്. കാരണം എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് അവിടെ നടന്നതെന്നോ സെൻട്രിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സെൻട്രി തന്നെ ആ ഒരു ട്രാൻസ്മിറ്ററിനെ നശിപ്പിക്കുന്നത് തന്നെയാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ എല്ലാവരുടെയും ഉള്ളിലേക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു വന്നു. സെൻട്രി ആരാണ് എന്നും ആ ഒരു സൂപ്പർ ഹീറോ പറ്റിയുള്ള സകല കാര്യങ്ങളും ന്യൂസ് പേപ്പർ കട്ടിങ്സും ഇതുകൂടാതെ ആക്ഷൻ ഫിഗേഴ്സ് ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും തിരികെ വന്നു. എന്നാൽ അതേസമയം മറ്റൊരു കാര്യം കൂടി നടന്നു. വോയിഡും തിരികെ വന്നു. ഇതേ അവസരത്തിൽ സൂപ്പർ ഹീറോസ് എല്ലാവരും തന്നെ അവിടെ ഒത്തിരുന്നു. എല്ലാവരും തന്നെ ഒരുമിച്ച് സിറ്റിയിലായിട്ട് വന്നിരുന്നു. സെൻട്രിയും പൂർണ്ണ രൂപത്തിൽ സെൻട്രിയായിട്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് വോയിഡും അങ്ങോട്ടേക്ക് വരുന്നത് തന്നെയാണ്. തുടർന്നൊരു ഫൈറ്റ് തന്നെ കാണുന്നു. ഏറ്റവും ഒടുവിൽ റിച്ചാർഡും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ അവസരത്തിൽ റീഡിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം വോയിഡ് അത്രമാത്രം ആപത്ത് തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. എല്ലാവരെയും ആക്രമിക്കുന്നു. തോറിനെയൊക്കെ വലിച്ചെറിയുക തന്നെയാണ്.
തുടർന്ന് ഏറ്റവും ഒടുവിൽ സ്ട്രേഞ്ച് അങ്ങോട്ടേക്ക് വരുന്നു. സ്ട്രേഞ്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് റീഡിനായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അഥവാ ലാസ്റ്റായിട്ട് സെൻട്രിയും വോയിഡും ടൗണിൽ വന്ന സമയം, അല്ലെങ്കിൽ സെൻട്രിയും വോയിഡും ന്യൂയോർക്ക് സിറ്റിയിലായിട്ട് വന്ന സമയം ന്യൂയോർക്ക് സിറ്റിയുടെ നാശം തന്നെ സംഭവിച്ചു. വോയിഡ് എല്ലാം തന്നെ തകർത്ത നിലയിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ആ സത്യം സ്ട്രേഞ്ച് റീഡിനായിട്ട് കാണിച്ചു കൊടുക്കുന്നു. അഥവാ വോയിഡ് ആരാണ് എന്ന്. വോയിഡ് മറ്റാരുമല്ല, വോയിഡ് സെൻട്രി തന്നെയാണ്, അല്ലെങ്കിൽ ബോബ് തന്നെയാണ്. ശേഷം കാണുന്നു എങ്ങനെയാണ് സെൻട്രി എന്ന ഒരു സൂപ്പർ ഹീറോ ബോബിൻ്റെ ഉള്ളിൽ ഉണ്ടായത് എന്ന്. അത് മറ്റൊന്നിൻ്റെ സഹായത്താലല്ല, മറിച്ച് സൂപ്പർ സോൾജേഴ്സ് സിറത്തിൻ്റെ സഹായത്താൽ തന്നെ. അഥവാ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കൊടുത്തതിനേക്കാൾ കോടാനുകോടി ശക്തിയുള്ളൊരു സൂപ്പർ സോൾജേഴ്സ് സിറം ബോബിൻ്റെ ഉള്ളിൽ വന്നു. മില്യൺ കണക്കിന് പൊട്ടിത്തെറിക്കുന്ന സൂര്യൻ്റെ പവറാണ് ഈ കാരണത്താൽ ബോബിൻ്റെ ഉള്ളിലുണ്ടായത്. ഇതാണ് ബോബിനെ സെൻട്രിയാക്കി മാറ്റിയത്. എന്നാൽ ഒരു പ്രത്യേകതയുള്ള കാര്യം എന്തെന്നാൽ ബോബിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോബിനുള്ളത്. ഈ ഒരു കാരണത്താൽ ബോബിൻ്റെ ഓരോ പേഴ്സണാലിറ്റിയും ഈ പവറിനെ വെവ്വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു. അഥവാ സെൻട്രി എന്നൊരു പേഴ്സണാലിറ്റി അതിനെ കുറേ കൂടി നല്ല രീതിയിൽ, അല്ലെങ്കിൽ കുറേ കൂടി ഒരു ഹീറോയ്ക്കായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ വോയിഡ് എന്ന പേഴ്സണാലിറ്റി അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഒരു വില്ലൻ രൂപത്തിൽ മാറുന്നു. സോ അതോടെ തന്നെ ബോബിനെ താനാണ് ഇതൊന്നും തന്നെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മനസ്സിലാക്കിയൊരു നിമിഷം ബോബ് അല്ലെങ്കിൽ സെൻട്രി ആ ഒരു ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചു. ആ കാരണത്താൽ എല്ലാവരും മറന്നു. പിന്നീട് ഇപ്പോൾ ഇതേ ട്രാൻസ്മിറ്റർ തന്നെ ഒന്നും തന്നെ തിരിച്ചറിയാതെ സെൻട്രി അല്ലെങ്കിൽ ബോബ് തകർത്തു. അങ്ങനെ വോയിഡും തിരികെ വന്നു. ഇതെല്ലാം തന്നെ റീഡും മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ ലാസ്റ്റ് കാണുന്നത് സെൻട്രി തന്നെ ആ ഒരു ട്രാൻസ്മിറ്ററിനെ വീണ്ടും ഉപയോഗിക്കുന്നത് തന്നെയാണ്. സോ അതോടെ തന്നെ എല്ലാം പഴയതുപോലെയായി. ഇത്തരത്തിലാണ് കോമിക്സിൽ സെൻട്രിയുടെ ഒറിജിൻ പോലെ കാണുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ഒന്നും തന്നെ ഒരു അവസാനമായിരുന്നില്ല. തുടർന്നുള്ള ഓരോ കോമിക് എഡീഷനിൽ അവർ സെൻട്രിയെ തിരികെ കൊണ്ടുവന്നു, വോയിഡിനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയധികം പവർഫുൾ തന്നെയാണ് ഈ ഒരു കഥാപാത്രം. ഈ ഒരു കഥാപാത്രത്തിന് എത്രമാത്രം പവർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമിക്സിൽ വേൾഡ് വാർ ഹൾക്കിനെ തോൽപ്പിച്ച, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ നിലംപരിശാക്കിയത് സെൻട്രിയാണ്. മോൾക്കോർ മാനിനെ കൊല്ലുന്നതും ഇതേ സെൻട്രി തന്നെയാണ്. ഇതേ മോൾക്കോർ മാൻ തന്നെയാണ് സീക്രട്ട് വാഴ്സിന് കാരണമായതും. ഒരിക്കലും നാശമില്ല, അല്ലെങ്കിൽ മരണമില്ല ഈ ഒരു സൂപ്പർ ഹീറോയ്ക്ക്. കാരണം ഇതേ കോമിക് എഡീഷൻ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് മോൾക്കോർ മാൻ സെൻട്രിയെ അറ്റോമിക് ലെവലിൽ നശിപ്പിക്കുന്നത്. എന്നാൽ നശിച്ചതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ പുള്ളി റീജനറേറ്റ് ആയിട്ട് വരുന്നു. കാരണം അത്രമാത്രം പവർഫുള്ളാണ് ഈ ഒരു കഥാപാത്രം. സോ അതുകൊണ്ട് തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ ഒരു കഥാപാത്രം വരുമ്പോൾ ഏത് രീതിയിലാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നതെന്നെല്ലാം തന്നെ തീർച്ചയായിട്ടും കണ്ടറിയണം. അത്രമാത്രം പവർഫുള്ളാണ്, ഒരുപാടധികം പവർഫുള്ളാണ്. ഒരു കോമിക് എഡീഷൻ അഥവാ വാട്ടിഫ് പോലെയുള്ള ഒരു കോമിക് എഡീഷൻ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രപഞ്ചത്തിനെയും സെൻട്രി നശിപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ഡോക്ടർ ഡൂമും ഉൾപ്പെടുന്നുണ്ട്. സോ എന്തെങ്കിലും കാത്തിരിക്കാം. സോ അതോടൊന്നും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അവരൊപ്പം അഭിപ്രായങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇവൻ്റെ എപ്പിസോഡ് നമ്മൾ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.